നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവിതാംകൂർ രാജകുടുംബത്തിലേക്ക് വീണ്ടും പുരസ്കാരം. പൂയം തിരുനാൾ ഗൗരി പാർവതിഭായിക്ക് ഫ്രഞ്ച് സർക്കാരിന്റെ പരമോന്നത ബഹുമതിയായ ഷെവലിയാർ പട്ടം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഗൗരി പാർവതിഭായിയെ ഷെവലിയർ ആയി നിയമിച്ച വിവരം ഇന്ത്യയിലെ ഫ്രഞ്ച് അംബാസിഡർ ഡോക്ടർ തിയറി മാറ്റൌ കത്തിലൂടെ അറിയിക്കുകയായിരുന്നു. ഫ്രാൻസിന് അസാധാരണ സംഭാവനകൾ നൽകിയ വ്യക്തികൾക്ക് ഏത് രാജ്യക്കാരെന്ന ഭേദമില്ലാതെ നൽകുന്ന പുരസ്കാരമാണിത്. ഫ്രഞ്ച് അധ്യാപിക, തിരുവനന്തപുരത്തെ അലയൻസ് ഫ്രാഞ്ചൈസുമായുള്ള ബന്ധം, അതുപോലെ സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിനായുള്ള പ്രവർത്തനം എന്നിവ പരിഗണിച്ചാണ് പുരസ്കാരം. 1802 ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ടാണ് പുരസ്കാരം സ്ഥാപിച്ചത്. മലയാളിക്ക് ലഭിച്ച അംഗീകാരമാണിതെന്നും പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമെന്നും പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ് അറിയിച്ചു. ഒരാഴ്ചക്കിടെ 2 ബഹുമതികളാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളെ തേടിയെത്തിയത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്ക്ക് കഴിഞ്ഞ ആഴ്ച പത്മശ്രീ ലഭിച്ചിരുന്നു. തൊട്ടു പിന്നാലെയാണ് സഹോദരിയായ പൂയം തിരുനാൾ ഗൗരി പാർവതിഭായ്ക്ക് ഷെവലിയാർ പട്ടം. പത്മശ്രീ ജേതാവായ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയെ നേരിട്ടെത്തിയാണ് ശശി തരൂർ MP അഭിനന്ദനം അറിയിച്ചത്. അശ്വതി തിരുനാൾ പാർവതിഭായ് രാജകുമാരിയെ പത്മശ്രീ ലഭിച്ചതിൽ അഭിനന്ദിക്കാൻ സാധിച്ചു. ഇന്ത്യൻ സംസ്കാരത്തെയും അതുപോലെ നാഗരികതയെയും പ്രോത്സാഹിപ്പിക്കുന്ന അവരുടെ സംഭാവനകൾ ഈ അംഗീകാരം അർഹിക്കുന്നു എന്നാണ് തരൂർ Xൽ കുറിച്ചത്. കുറിപ്പിനൊപ്പം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്ക്ക് ഒപ്പമുള്ള ചിത്രങ്ങളും തരൂർ പങ്കുവച്ചു. പത്മനാഭസ്വാമിയുടെ അനുഗ്രഹമായാണ് പുരസ്കാരം ലഭിച്ചതെന്ന് ഗൗരി ലക്ഷ്മിഭായ് പ്രതികരിച്ചിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിൽ പത്മശ്രീ എത്തുന്നത് ആദ്യമായിട്ടാണ്. അതിരറ്റ സന്തോഷമുണ്ട്. ശ്രീ പത്മനാഭന്റെ തൃപ്പാദങ്ങളിൽ അംഗീകാരം സമർപ്പിക്കുന്നു. പൂർവികരുടെ അനുഗ്രഹമാണ് പുരസ്കാരത്തിലൂടെ ലഭിച്ചതെന്നും ഗൗരി ലക്ഷ്മിഭായ് പറഞ്ഞു. സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾക്കാണ് ഗൗരി ലക്ഷ്മിഭായിയെ പത്മശ്രീ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. 110 പേർക്കാണ് വിവിധ വിഭാഗങ്ങളിലായി പത്മശ്രീ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിൽ നിന്ന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിക്ക് പുറമെ ചിത്രൻ നമ്പൂതിരിപ്പാടിനും പത്മശ്രീ പുരസ്കാരം ലഭിച്ചു. ബിന്ദേശ്വർ പതകിനും ചിത്രൻ നമ്പൂതിരിപ്പാടിനും ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും വിജയകാന്തിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.